ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് എളുപ്പത്തിൽ ഒരു കുമ്പളങ്ങ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതിലേക്ക് 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കുക്കർ അടച്ചു വെക്കുക. ഒരു 3-4 വിസിലിനുള്ളിൽ നമ്മുടെ ഇത് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ജീരകം, ഒരു 4-5 കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിനകത്തുള്ള കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും. അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അത് നല്ലോണം യോജിച്ച് വരുന്ന സമയത്ത് നമുക്കൊരു അരക്കപ്പ് തൈര് എടുത്തിട്ട് മിക്സിയിലൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കണം. തൈര് ചേർത്താൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല. നല്ല ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് കറി ഓഫ് ചെയ്യണം. ഈ സമയം കൊണ്ട് നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. ഇത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. ഈസി ആയിട്ടുള്ളൊരു കുമ്പളങ്ങ കറിയാണ്, പക്ഷേ ടേസ്റ്റിന് ഒട്ടും കോംപ്രമൈസ് ഇല്ല. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ജോലിക്ക് പോകുന്ന ആൾക്കാരും ബാച്ചിലേഴ്സിനെയൊക്കെയാണ്. അവർക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കറികൾ ചെയ്യാമെന്നാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you for watching.